ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 47-ാം ദിവസം. മൈത്രേയൻ തുടർന്നു, തൻ്റെ രാക്ഷസപുത്രന്മാർ ദേവതകളെ ഉപദ്രവിക്കുമെന്ന് ഭയന്ന ദിതി ഗർഭത്തെ 100 വർഷത്തേക്ക് പുറത്തു വരുത്താതെ തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. എങ്കിലും വരാൻ പോകുന്ന അത്യാപത്തിന് മുന്നോടിയായി ലോകത്തിന് തിളക്കം നഷ്ടപ്പെടുകയും ദേവതകളുടെ മാറ്റു കുറയുകയും ചെയ്തു. ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുക്കൽ പോയി വരാൻ പോകുന്ന ആ ഇരുണ്ട ശക്തികളെപ്പറ്റി പരാതിപ്പെട്ട് പരിഹാരമാരാഞ്ഞു. ബ്രഹ്മാവ് വിവരിച്ചു, ദേവതകളെ, പണ്ടൊരിക്കൽ എൻ്റെ മാനസപുത്രന്മാരായ സനകാദി മുനികൾ വൈകുണ്ഠത്തിൽ വിഷ്ണു സവിധമണഞ്ഞു. ശുദ്ധ പ്രകാശരൂപത്തിൽ വൈകുണ്ഠത്തിൽ വാണരുളുകയാണല്ലോ ഭഗവാൻ. ഇവിടമത്രേ സർവസൃഷ്ടികളുടെയും ഉത്ഭവസ്ഥാനം. അനേകം സൗരയൂഥങ്ങളും മണ്ഡകടാഹങ്ങളും അവിടുത്തെ പ്രകീർത്തിക്കാനെന്ന പോലെ വൈകുണ്ഠത്തിനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തലത്തിലെല്ലാം തന്നെ ശുദ്ധവും അതിഭൗതികവും ദിവ്യവുമത്രേ. ദിവ്യരത്നങ്ങളാലും സ്വർണത്തിനാലും തീർത്ത ആകാശരഥങ്ങളിലിരുന്ന് ദേവഗായകർ ഭഗവാനെ പ്രകീർത്തിച്ചു പാടുന്നു. സ്വയം കൃഷ്ണചിന്താവിലീനരായതുകൊണ്ട് മറ്റൊരു ചിന്തകളും മനസ്സിലേശാതെ ഇവിടെയുള്ളവർ ഭക്തി പ്രേമ പാരമ്യതയിലാണ്ട് കഴിയുകയാണ്. സ്വയം ധനലക്ഷ്മിയായ ലക്ഷ്മീദേവി ഭഗവത് സവിധത്തിൽ വെഞ്ചാമരം വീശി അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഈ തലത്തിലേക്ക് കിടക്കാൻ മനസ്സ് മുഴുവനായി വിഷ്ണുവിൽ വിലീനമാവണം. നന്മയാൽ പൂരിതമായിരിക്കുകയും വേണം. വൃഥാ വർത്തമാനത്തിൽ സമയം കളയുന്നവർക്കുള്ളതല്ലത്രേ ഇവിടം. സനകാദികൾ ഈ വിഷ്ണു തലത്തിൽ പ്രവേശിച്ചു. ആദ്യത്തെ 6 ദ്വാരങ്ങൾ ആരും തടസ്സപ്പെടുത്താതെ അവർ കടന്നു ചെന്നു. 7-ാം ദ്വാരത്തിൽ സ്വയം വിഷ്ണു രൂപത്തിലുള്ള ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞു. ഇത് മുനിമാരെ ക്രൂദ്ധരാക്കി. ഈ വിശ്വം മുഴുവൻ ഭഗവാന്റെ ഉദരമായതുകൊണ്ട് ഇവിടെ കഴിയുന്നവർ സ്വയം നാനാത്വത്തെ അറിയുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ മാത്രം സ്വയം വിഷ്ണു സമാനമായ ദിവ്യ ശരീരമുണ്ടെങ്കിലും വൈവിധ്യത്തിൻ്റെ ഭയമേറി ഞങ്ങളുടെ യാത്ര തടയുവാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? ഈ 2 പേരും ലൗകിക ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി സ്വയം പാപഹരികാരം നേടി തിരിച്ചു വരട്ടെ എന്ന് മുനിമാർ തീരുമാനിച്ചു. ദ്വാരപാലകർ ഇത് കേട്ട് ഭയചകിതരായി. തങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ശിരസാവഹിച്ചെങ്കിലും ലോകാവസാനത്തിനിടയിലും ഭഗവത് ചിന്ത കൈവിടാതിരിക്കാൻ അനുഗ്രഹം നൽകണമെന്ന് അവർ മുനിയോട് അഭ്യർത്ഥിച്ചു. ദ്വാരപാലകരുടെ ചെയ്തികളറിഞ്ഞ വിഷ്ണു ഭഗവാൻ സ്വയം ഇറങ്ങി വന്നു. മുനിമാർ ഭഗവത് മാഹാത്മ്യം പാടാൻ തുടങ്ങി. ഭഗവാൻ, അങ്ങ് മുമ്പ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ പിതാവായ ബ്രഹ്മാവ് പറഞ്ഞറിഞ്ഞ രൂപത്തിൽ കയറിയിരുന്നുവെങ്കിലും അങ്ങയുടെ രൂപം കൺമുന്നിൽ കണ്ട് നിർവൃതി അടയാൻ ഇപ്പോഴാണ് സാധിച്ചത്. എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് നിവസിക്കുന്നുണ്ടെങ്കിലും ദുഷ്ടമനസ്സുകൾക്ക് അവിടുത്തെ കാണാൻ കഴിയില്ല തന്നെ. അങ്ങ് ആത്മീയ സത്യം സാക്ഷാത്കരിച്ച മാമുനിമാർക്കും അഹംബോധമൊഴിഞ്ഞവർക്കും അവിടുത്തെ തന്നെ കൃപയാൽ ദർശനം നൽകുന്നു. ഞങ്ങളുടെ ഭാവി എന്തായാലും അവിടുത്തെ പാതാരവിന്ദങ്ങളെ എപ്പോഴും ഓർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 47-ാം ദിവസം സമാപ്തം.